ഹായ് ഹലോ വെൽക്കം ടു അവർ ഫാമിലി രേഷു ക്രിയേഷൻസ്. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്ര തന്നെയാണെങ്കിലും എത്ര വലുതാണെങ്കിലും നമ്മളത് നേടിയെടുക്കാൻ പ്രയത്നിക്കുക തന്നെ വേണം. അതെന്താണെങ്കിലും ഒരു കുഞ്ഞു സ്വപ്നമാണെങ്കിലും ഒരു വലിയ സ്വപ്നമാണെങ്കിലും നമ്മളതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ നടന്നു. അതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാനാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ചിലവർക്ക് അതൊരു നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ അത് സാരില്ല. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ ഇല്ലെങ്കിൽ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുകയോ ചെയ്യാത്ത ഒരു കാര്യം നമുക്കൊരു ആഗ്രഹമാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ ആരുടെയും തടസ്സമില്ല. എക്സ്പെഷ്യലി ഇതൊരു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയണത്. ചിലവർക്ക് ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷെ വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ പേടി കൊണ്ട് ചെയ്യാത്തൊരു കാര്യമായിരിക്കും. നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മാന്യമായിട്ട് ജീവിക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം നമുക്കിതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ നടന്നു. ആ വീഡിയോ എല്ലാം നമ്മളൊന്ന് കണ്ടിട്ട് പൗലോ കൊയ്ലോയുടെ ദ ആൽക്കെമിസ്റ്റ് എന്ന ബുക്ക് വായിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്. നമുക്ക് മനസ്സുകൊണ്ട് നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുകയാണെങ്കിൽ, ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രകൃതി പോലും നമുക്ക് അനുകൂലമായി നിൽക്കും എന്ന അദ്ദേഹത്തിൻ്റെ ആ മഹാവാക്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അതായത് ആ പുസ്തകം വായിച്ചതിന് ശേഷം. അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നടന്നിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത്രയും ഭയങ്കര ഒരു ആത്മവിശ്വാസം തരുന്നത് ആ പുസ്തകത്തിനോട്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചു നോക്കണം. ഇതിൻ്റെ ആഫ്റ്റർ കെയറിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവരവിടെ നിന്ന് ഫ്യൂസറിൻ പറഞ്ഞൊരു ക്രീമും വാസ്ലൈനാണ് തരിക. അത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. നമുക്ക് ടാറ്റു അടിച്ച ഒരു ഫസ്റ്റ് ഡേയിലുള്ള കളറൊന്നും പിന്നീട് അങ്ങോട്ട് കിട്ടത്തില്ല. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു 3 മാസത്തോളം നമ്മൾ ബ്ലഡൊന്നും ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇതിൻ്റെ ഇങ്കൊക്കെ നമ്മുടെ ബ്ലഡിൽ കലർന്ന് കിടക്കുമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടല്ലോ. ഞാൻ ഒറ്റപ്പാലത്ത് അദ്ദേഹത്തോട് സബിച്ചേട്ടനോട് ഞാൻ വിളിക്കുന്ന സമയത്ത് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. അവിടെ ചെന്ന ശേഷമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ വേണമെന്നുള്ളത്. പക്ഷേ ഭയങ്കര കോപ്പറേഷൻ ആയിരുന്നു. അവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും അദ്ദേഹം അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയുക, എൻ്റെ കയ്യിൽ ആ വീഡിയോസൊക്കെ അങ്ങനെ മിസ്സായിപ്പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കി അവശേഷിക്കുന്ന 1-2 വീഡിയോസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്തു. എന്തെങ്കിലും ഇനിയൊരാഗ്രഹം അങ്ങനെ ഇല്ല, ചെറിയൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ വീഡിയോ നഷ്ടപ്പെട്ടത് എനിക്കൊരുപാട് ദുഃഖമുണ്ട്. സബിൽ ചേട്ടനോടൊക്കെ സോറി. കുറേ ഡിലേ ആയി. ഞാൻ 1-2 മാസമായി ഇപ്പോൾ ആ വീഡിയോ അല്ലെങ്കിൽ ഞാനത് ചെയ്തിട്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ സോറി പറയുകയാണ്. കാരണം അത്രയും കോപ്പറേഷനായിരുന്നു നമ്മൾക്ക് വീഡിയോ എടുക്കാനും. അവർ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. എങ്കിലും അത് ചെയ്യണം എന്നുള്ള എൻ്റെ ആഗ്രഹം
നിങ്ങൾ കണ്ടോ, ഇന്നില്ലെങ്കിൽ നാളെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തായാലും നടക്കും. അപ്പോൾ ആ വീഡിയോ എനിക്ക് എന്തായാലും പബ്ലിഷ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ 2-3 വീഡിയോസിൻ്റെ ആ ഒരു ഭാഗമാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. ഇനിയൊരു അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ പോയിട്ട് ബാക്കിയെല്ലാം ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഉള്ള വീഡിയോ കൊണ്ട് നിങ്ങളെല്ലാവരും ഇത് കാണാം. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നോട്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും യു ആർ രേഷ്മ സൈനിങ് ഓഫ്. ബൈ.